പ്രതികരണവേദിയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നാം ചർച്ച ചെയ്യുന്നത് ബീഫ് നിരോധനവുമായി ബന്ധപ്പെട്ട്, ഗോവധ നിരോധനവുമായി ബന്ധപ്പെട്ട് ചില നിയമങ്ങൾ അടുത്ത കാലത്ത് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം പുറത്തിറക്കുകയുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട ഒട്ടനവധി വിവാദങ്ങൾ നാട് നീളെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഇതേക്കുറിച്ചുള്ള പ്രതികരണവേദിയുടെ അഭിപ്രായം ഇവിടെ അറിയിക്കുകയാണ്. BJP ഗവൺമെന്റ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ വർഷങ്ങളായി ഭയപ്പെട്ടിരുന്നു. അത് ഇവിടെ സംഭവിച്ചു അഥവാ സംഭവിക്കാൻ തുടങ്ങുന്നു എന്നുള്ളതിന്റെ സൂചനയായിട്ടാണ് രാജ്യവ്യാപകമായ ഈ ഗോവധ നിരോധന നീക്കത്തെ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ മനസ്സിലാക്കുക. അതായത് സുപ്രീം കോടതി നൽകിയ ഒരു നിയമത്തിന്റെ നിർദ്ദേശത്തിന്റെ പിൻബലത്തിലാണ് ഇപ്രകാരം ഒരു നിയമം നിർമ്മിച്ചത് എന്നാണ് കേരളത്തിൽ ഈ നിയമത്തിന് വേണ്ടി കുഴലൂതുന്നവര് വാദിക്കുന്നത്. സുപ്രീം കോടതിയെ നോക്കുകുത്തിയാക്കി സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം ഈ നിയമം നിർമ്മിച്ചത് എന്ന് പ്രഥമദൃഷ്ട്യാ മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ത്യയിൽ നിന്ന് നേപ്പാളിലേക്കും ബംഗ്ലാദേശിലേക്കും കന്നുകാലികളെ കൊണ്ടുപോകുന്നതിനെ നിയന്ത്രിക്കുന്നതിന് നിയമം നിർമ്മിക്കണം, അത് 3 മാസത്തിനുള്ളിൽ അതിനുള്ള നിർദ്ദേശം സമർപ്പിക്കണം എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. അല്ലാതെ രാജ്യത്താകമാനം ഗോവധം നിരോധനം നടപ്പിലാക്കാൻ സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തെ പുകമറയായി ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഉന്നത നീതിന്യായ പീഠങ്ങളെപ്പോലും എത്ര കണ്ട് നിക്ഷിപ്ത താൽപര്യങ്ങൾക്ക് വേണ്ടി ഭരണകൂടങ്ങൾ ഉപയോഗിക്കുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ ദൃഷ്ടാന്തമാണ് ഈ കേസ്. എന്ന് മാത്രമല്ല, കഴിഞ്ഞ ജനുവരി മാസത്തില് ഇന്ത്യയൊന്നാകെ ഗോവധ നിരോധനം നടപ്പിലാക്കാൻ നിർദ്ദേശം കൊടുക്കണമെന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന് മുമ്പാകെ സുപ്രീം കോടതിയില് ഒരു വ്യക്തി കേസ് ഫയൽ ചെയ്തത്. അതിന് ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് നൽകിയ നിർദ്ദേശം വളരെ വ്യക്തമാണ്. ഇപ്രകാരം ഒരു നിർദ്ദേശത്തിന്റെ ആവശ്യം എന്താണ്? അത് വ്യക്തിയുടെ ഭക്ഷണ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് എന്നാണ് സുപ്രീം കോടതി നിർദ്ദേശിച്ചത്. അതുകൊണ്ട് അല്ലയോ നേതാക്കന്മാരെ, സുപ്രീം കോടതിയുടെ ന്യായം പറഞ്ഞ് സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങളുടെ തണലിൽ ഇപ്രകാരം ഒരു സംഘപരിവാർ അജണ്ട ഇവിടുത്തെ രാജ്യത്തിന്റെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് അങ്ങേയറ്റം ലജ്ജാവഹമായ പ്രവൃത്തിയാണ്. വീണ്ടും എന്തുകൊണ്ട് ഈ നീക്കം അപലപനീയം എന്ന് പറയുന്നു എന്ന് നാം ചിന്തിക്കേണ്ടതാണ്. ഇന്ത്യയുടെ ഭരണഘടന ഇവിടുത്തെ പശുക്കൾ തിന്നു തീർക്കുന്ന അവസ്ഥ സംജാതമാകരുത്. ഭരണഘടനയെ പശു തിന്നു എന്ന് പറയുന്നത്, അതിനെ ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികള് നിർലജ്ജം നോക്കി നിന്നു എന്ന് പറയുന്നതിന്റെ ഭാഗമാകാൻ ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികൾക്ക് ഇടവരരുത് എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് പ്രതികരണവേദി ഈ വിഷയത്തിൽ സംസാരിക്കുക. ഓർക്കുക, ഇതുവരെയും ഒരു മതത്തിന്റെ വിശ്വാസം മാത്രമായിരുന്ന പശു എന്ന വിഷയം അത് രാജ്യത്തിന്റെ നിയമമാക്കി മാറ്റുമ്പോൾ, ഒരു മതത്തിന്റെ വിശ്വാസത്തെ രാജ്യത്തിന്റെ മുഴുവനും നിയമവ്യവസ്ഥിതിയുടെ ഭാഗമാക്കി മാറ്റുമ്പോൾ അതാണ് ഫാസിസം എന്ന് പറയുന്നത്. ഭുവനേശ്വർ സമ്മേളനത്തില് ഒരു രാഷ്ട്രം, ഒരു സംസ്കാരം, ഒരു പാർട്ടി എന്നുള്ള പ്രമേയം ഭരണകക്ഷി പാസാക്കിയപ്പോൾ അതിൽ ഇപ്രകാരമുള്ള ചില നയങ്ങളും നിലപാടുകളും ഉണ്ടായിരുന്നു എന്ന് തിരിച്ചറിയാൻ ജനാധിപത്യ വിശ്വാസികൾ വൈകിപ്പോയി എന്നതാണ് ദുഃഖകരമായ സത്യം. അതായത് പശുവിനെ ആദരിക്കുന്നവർക്ക് ആദരിക്കാം, പന്നിയെ ആദരിക്കുന്നവർക്ക് ആദരിക്കാം,
ആടിനെ ആദരിക്കുന്നവർക്ക് ആദരിക്കാം, കോഴിയെ ആദരിക്കുന്നവർക്ക് ആദരിക്കാം. അത് ഈ രാജ്യത്തെ ഭരണഘടന പൗരന്മാർക്ക് നൽകുന്ന അവകാശം. ആ അവകാശം ഒരു മതവിശ്വാസവുമായിട്ടോ സംസ്കാരവുമായിട്ടോ പ്രദേശവുമായോ ബന്ധപ്പെട്ട വ്യത്യസ്തതകളെ ഭരണഘടന മാനിക്കുന്നു. പക്ഷേ ഒരു പ്രദേശത്തിന്റെയോ ഒരു മതത്തിന്റെയോ വിശ്വാസത്തെ രാജ്യവ്യാപകമായി അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അത് അപകടകരമായ സ്ഥിതിവിശേഷമുണ്ടാക്കും. അല്ലെങ്കിൽ തന്നെ സംഘപരിവാർ ശക്തികൾക്ക് മുന്നില് പശുവിന്റെ ജീവന്റെ 100-1 വില പോലും ഇവിടുത്തെ ദളിതന്റെ ജീവനോ ന്യൂനപക്ഷ വിശ്വാസികളുടെ ജീവനോ വിലയില്ല എന്നവർ തെളിയിച്ചു കഴിഞ്ഞതാണ്. ഗുജറാത്തില്, ഉത്തർപ്രദേശില്, ഒറീസയില് പശുവിനെ വാഹനത്തിൽ കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിച്ച ദളിതരെയും ന്യൂനപക്ഷ വിശ്വാസികളെയും അടിച്ചുകൊന്ന ചരിത്രമുള്ള നാട്ടില് അത്തരം ഗുണ്ടായിസങ്ങൾക്കും അത്തരം സംഘടിതമായ തെമ്മാടിത്തങ്ങൾക്കും ഇനി രാജ്യവ്യാപകമായ നിയമപരിരക്ഷ നൽകുന്നു എന്ന വലിയ അപകടമാണ് ഇതിലൂടെ സംഭവിച്ചിരിക്കുന്നത്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ രാജ്യത്തിന്റെ മതേതരത്വം അപകടകരമായ അവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. പശുവിന്റെ പേരിൽ രാജ്യത്തെ മതേതരത്വം അപകടത്തിലാകുന്ന സ്ഥിതിവിശേഷം ഇവിടെ സംജാതമായി. വീണ്ടും ഓർമ്മിക്കുക, മഹാത്മാഗാന്ധിയോട് ബാബു രാജേന്ദ്ര പ്രസാദ് ചോദിച്ചു ഒരിക്കൽ, ഗാന്ധി തന്നെ രേഖപ്പെടുത്തുന്നു, എനിക്ക് 50,000-ത്തിലധികം ടെലഗ്രാമുകൾ രാജ്യത്തിന്റെ വിവിധ ഭാഗത്ത് നിന്ന് വന്നു, ഭാരതത്തിൽ ഒന്നാകെ ഗോവധം നിരോധിക്കണം എന്ന് പറഞ്ഞു. മഹാത്മാവായ ഗാന്ധി പറഞ്ഞു, ഞാൻ പശുവിനെ ശുശ്രൂഷിക്കാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്. പക്ഷേ പശുവിനോടുള്ള എന്റെ ആദരവ് ഇന്ത്യയിലെ എല്ലാ ജനങ്ങളും പങ്കുവയ്ക്കണം എന്ന് ഞാൻ പറയുന്നിടത്ത് ഞാൻ ഭാരതീയനല്ലാതാകും. ഭാരതത്തിന്റെ മതേതരത്വം അപകടത്തിലാകും. ഗാന്ധി രാജേന്ദ്ര പ്രസാദിനോട് തിരികെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അല്ലയോ ബാബുജി, താങ്കൾ ആലോചിച്ചു നോക്കുക, നാം ഇപ്രകാരം ഒരു നിയമമുണ്ടാക്കിയാൽ പാകിസ്ഥാനിലെ ശരീഅത്ത് നിയമം അനുസരിച്ച് അവിടുത്തെ ഹൈന്ദവർക്ക് അമ്പലങ്ങളിൽ പോകാൻ പാടില്ല എന്നവർ നിയമമുണ്ടാക്കിയാലേ ഓരോ മതവും അവരുടെ നിയമത്തെ ന്യൂനപക്ഷങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാല് ഈ രാജ്യമൊന്നാകെ, ഈ ദേശമൊന്നാകെ ഒരു യുദ്ധക്കളമായി മാറില്ലേ എന്ന് ഗാന്ധി രാജേന്ദ്ര പ്രസാദിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ആ ഒരു വിവേകമാണ് ഗുജറാത്തുകാരനായ പ്രധാനമന്ത്രി നേതൃത്വം നൽകുന്ന രാഷ്ട്രപിതാവിന്റെ ദേശവാസിയായ പ്രധാനമന്ത്രിക്ക് നഷ്ടമായത് എന്നുള്ളത് സങ്കടകരമായ വസ്തുത. വ്യക്തികൾ എന്ത് ഭക്ഷിക്കണം എന്നത് തീരുമാനിക്കുന്നത് പ്രധാനമന്ത്രിയോ നാഗപ്പൂർ ആസ്ഥാനത്തോ അല്ല എന്ന് ചിലരെങ്കിലും വിലയിരുത്തിയത് വളരെ ശരിയായ വിലയിരുത്തലാണ്. ഭരണഘടനയുടെ 21-ാം ആർട്ടിക്കിള് വ്യക്തി സ്വാതന്ത്ര്യത്തെക്കുറിച്ച് വ്യക്തമായ നിർവചനം തരുന്നുണ്ട്. വ്യക്തികൾക്ക് എന്ത് ധരിക്കണം, എന്ത് ഭക്ഷിക്കണം എന്ന് തീരുമാനിക്കാൻ അവകാശമുണ്ട്. ആ അവകാശം ഇവിടുത്തെ സാംഘികൾക്ക് മുൻപിൽ അടിയറ വയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടാല് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയും മനസ്സിലാക്കുക, അതിന് നാം കുനിഞ്ഞുകൊടുത്താല് നാളെ നമുക്ക് ജീവിക്കാൻ മറ്റുള്ളവരുടെ അവകാശം വേണ്ടിവരുന്ന സാഹചര്യം സംജാതമാകും. പശു വിശുദ്ധ മൃഗമാകയാൽ പശുവിനെ ദൈവമായി ആരാധിക്കാത്തവര് പാല് കുടിക്കാൻ പാടില്ല എന്നൊരു നിയമം വന്നാൽ അത്ഭുതപ്പെടേണ്ടതില്ല. പശുവിനെ ദൈവമായി ആരാധിക്കാത്തവര് പശുവിന്റെ ചാണകം കൃഷിഭൂമിയിൽ ഉപയോഗിക്കാൻ പാടില്ല എന്നൊരു നിയമം ഇവിടെ ഉണ്ടാക്കിയാൽ ആരും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല എന്ന് ചിന്തിക്കേണ്ടി വരും. ഇത് അപകടകരമായ ഒരു നീക്കത്തിന്റെ ഉണർത്തുപാട്ടാണ്. ഈ ഉണർത്തുപാട്ടിനെ സഗൗരവം ജനാധിപത്യ വിശ്വാസികൾ നേരിടേണ്ട
സമയമാണിത് എന്നോർമ്മിക്കുക. ഇത് കേവലം ഏതെങ്കിലും രണ്ട് മതവിശ്വാസികൾ തമ്മിലുള്ള സംഘർഷമാക്കി വളർത്തിയെടുക്കണം എന്ന ആഗ്രഹത്തോടെ നടപ്പിലാക്കിയ നിയമമാണ്. സംഘപരിവാറിന്റെ ഈ ഒരു നിലപാടിനെ ജനാധിപത്യ വിശ്വാസികൾ ഒന്നടങ്കം ഒരു മനസ്സോടെ എതിർക്കണം. ഇത് മാംസം ഭക്ഷിക്കുന്ന ഏതെങ്കിലും ഒരു മതത്തിന്റെ പ്രശ്നമാക്കി ഇതിനെ മാറ്റണം എന്നതാണ് സംഘപരിവാറിന്റെ ആഗ്രഹമെങ്കിൽ അതിനെ ജനാധിപത്യത്തിന്റെ മൂല്യബോധം കൊണ്ട് നേരിടാൻ ഒരു പൗരസമൂഹത്തിന് കഴിയുമ്പോഴാണ് ഇവിടെ ജനാധിപത്യത്തിന്റെ ദീപങ്ങൾ അണയാതെ സൂക്ഷിക്കപ്പെടുന്നത് എന്നോർത്തു വയ്ക്കാം. വീണ്ടും നാം ചിന്തിക്കുക, ഈ നിയമത്തിൽ പറയുന്നു പാവപ്പെട്ട കർഷകൻ ഒന്നോ രണ്ടോ പശുവിനെയോ പോത്തിനെയോ വളർത്തുന്നത് കശാപ്പ് ചെയ്യാനാണ് എന്ന ധാരണ ഉണ്ടാകാതെ നോക്കണം. അതിനു വേണ്ട എഴുത്തുകുത്തുകള് സത്യവാങ്മൂലങ്ങൾ സമർപ്പിക്കണം എന്നാണ് ആവശ്യപ്പെടുക. പശുവിനെ കശാപ്പ് ചെയ്യരുതെന്നല്ല നിയമം പറയുക, പോത്തിനെ കശാപ്പ് ചെയ്യരുതെന്നല്ല പറയുക. മറിച്ച് ഇവിടുത്തെ സാധാരണക്കാരനും കർഷകനും പാവപ്പെട്ടവനും ഗ്രാമവാസികളും അത് ചെയ്യാൻ പാടില്ല. പകരം അതാര് ചെയ്യണം? കുത്തക മുതലാളിമാര്, അതായത് 10,000 50,000 പശുക്കളെയും മൂരികളെയും പോത്തുകളെയും വളർത്താൻ ഫാം നടത്താൻ കഴിവുള്ളവൻ, അവൻ വിതരണം ചെയ്യുന്ന മാംസം അത് ഭക്ഷിക്കുന്നതിന് ഈ നിയമത്തിൽ വിലക്കില്ല എന്ന് പറയുമ്പോൾ പശുവിന്റെ പേരില് ഇവിടുത്തെ വർഗീയ ധ്രുവീകരണം നടത്തുന്നതോടൊപ്പം കുത്തക മുതലാളിമാർക്ക് ഇവിടെ ചുവന്ന പരവതാനി വിരിക്കാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നത് എന്നത് നാം തിരിച്ചറിയേണ്ടതല്ലേ? ചിന്തിക്കുക പ്രിയപ്പെട്ടവരെ, ഇത് അപകടകരമായൊരു നീക്കമാണ്. രാജ്യത്ത് കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുക്കാത്ത ഏക മേഖല ഇവിടുത്തെ മാംസവ്യാപാരത്തിന്റെ മേഖലയായിരുന്നു. ആ മേഖല കൂടി തീരെഴുതി കൊടുക്കാൻ ഇവിടെ ഒരു മതവിശ്വാസത്തിന്റെ മറവില് ഇവിടുത്തെ സർക്കാർ തുനിഞ്ഞിറങ്ങിയപ്പോൾ ഇതിന്റെ പിന്നിലെ അപകടം നാം തിരിച്ചറിയേണ്ടതല്ലേ എന്ന് ചിന്തിച്ചു നോക്കുക. ഏതെങ്കിലും ഒരു തൊഴിൽ ചെയ്യുന്ന വ്യക്തികള്, ആ തൊഴിലിൽ കൂടുതലായി ഏർപ്പെടുന്നവര് ഏതെങ്കിലും മതവിശ്വാസത്തിൽപ്പെട്ടവരായതിനാല് അവരുടെ തൊഴിൽ മേഖല തകർത്ത് കളയുക എന്ന് ചിന്തിക്കുന്നത് ഹിറ്റ്ലർ വിജയകരമായി ജർമ്മനിയിൽ നടപ്പിലാക്കിയ ഫാസിസത്തിന്റെ പുനരാവർത്തനമാണ് എന്ന ചരിത്രം നമ്മെ പൊള്ളുന്ന ഓർമ്മകളോടെ പഠിപ്പിക്കുന്ന പാഠമാണ്. ആ പാഠവും കൂടി നാം ഗൗരവബുദ്ധിയ തിരിച്ചറിയേണ്ടതുണ്ട് എന്ന സത്യം ഓർമ്മിക്കുക. വീണ്ടും സാധാരണക്കാരന് ഏറ്റവും ലളിതമായി സംലഭ്യമായ പ്രോട്ടീൻ സമ്പന്നമായ ഭക്ഷണം മാംസമാണ്. ആ മാംസഭക്ഷണം അവന് നിരോധിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ സവർണരും സമ്പന്നരുമായ ജാതിയിൽപ്പെട്ടവര് വെണ്ണയും നെയ്യും പാലും ഉപയോഗിച്ചുകൊണ്ട് പ്രോട്ടീൻ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തിയിരുന്നു. എന്നാൽ ഇവിടുത്തെ പാവപ്പെട്ട സാധാരണക്കാരനായ മനുഷ്യൻ അവന്റെ ഭക്ഷണത്തിലെ പ്രോട്ടീന്റെ അംശം കണ്ടെത്തിയിരുന്നത് വിപണിയിൽ ഏറ്റവും വില കുറഞ്ഞ് ലഭ്യമായിരുന്ന മാംസം ഭക്ഷിച്ചുകൊണ്ടാണ്. ഹൈന്ദവ സമൂഹമൊന്നാകെ മാംസഭക്ഷണത്തിന് വിരുദ്ധമാണ് എന്നൊരു ധാരണ പുലർത്തുന്നതും അപകടകരമായ ഒരു സാമാന്യവൽക്കരണം. ഇവിടുത്തെ കേവലം 18-20% മാത്രം വരുന്ന സവർണ വർഗത്തിന്റെ അജണ്ടയെ സാധാരണക്കാരും ദളിതരുമായ ഹൈന്ദവ ഭൂരിപക്ഷത്തിന്റെ മേലും അതുപോലെ ന്യൂനപക്ഷങ്ങളുടെ മേലും അടിച്ചേൽപ്പിക്കാനുള്ള ബോധപൂർവമായ നീക്കം, ഈ സവർണ മേധാവിത്വത്തിന്റെ ജൈത്രയാത്ര, അതിന്റെ കാഹളധ്വനിയായി ഈ ഒരു നീക്കത്തെ നാം വിലയിരുത്തേണ്ടതുണ്ട്. മതത്തിനപ്പുറത്ത് ഈ ഒരു സത്യത്തെ വിലയിരുത്തുമ്പോൾ ഭാരതം മറ്റൊരു താലിബാൻ ആകാതിരിക്കാൻ വേണ്ടി
ജനാധിപത്യ വിശ്വാസികൾ ഒറ്റക്കെട്ടായി അണിനിരക്കണം. മറ്റെല്ലാ വ്യത്യാസങ്ങളും മറന്ന്, രാഷ്ട്രീയമോ ജാതിയോ മതമോ മറന്ന്, ഭരണഘടനയെ പശുവിനെ കൊണ്ട് തീറ്റിക്കാനുള്ള സംഘപരിവാറിന്റെ ശ്രമത്തിനെതിരെ ഒരു മനസ്സോടെ, ഒരു ഹൃദയത്തോടെ, ഒരു പൗരബോധത്തോടെ, ഒരൊറ്റ രാജ്യബോധത്തോടെ ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികൾ അണിനിരക്കേണ്ട സമയം അതിക്രമിച്ചു എന്ന്